ഹായ്! എല്ലാവർക്കും ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ് ക്രൂവിന്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഫാർമക്കോളജിയിലെ അബ്സോർപ്ഷൻ ഓഫ് ഡ്രഗ്സ് എന്ന് പറഞ്ഞ പോർഷൻ ആണ്. ഫസ്റ്റ് തന്നെ പറയുന്നത് എന്താണ് ഡ്രഗ് അബ്സോർപ്ഷൻ എന്നുള്ളതാണ്. ഡ്രഗ് അബ്സോർപ്ഷൻ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ പ്രോസസ് ബൈ വിച്ച് ഡ്രഗ് എൻറ്റേഴ്സ് ദ ബ്ലഡ് സ്ട്രീം ഫ്രം ദ സൈറ്റ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. നമ്മൾ ഒരു ഡ്രഗ് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്ന സൈറ്റ് തൊട്ട് അത് എങ്ങനെ ബ്ലഡ് സ്ട്രീമിലോട്ട് എത്തുന്നു എന്നുള്ളൊരു പ്രോസസ്സാണ് ഡ്രഗ് അബ്സോർപ്ഷൻ. അപ്പം ഒരു ഡ്രഗ് നമ്മുടെ ശരീരത്തിൽ എത്തിയിട്ട് അത് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പ്രോസസ്സുകളുണ്ട്. അതാണ് നമ്മൾ ഈ ഡ്രഗ് അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഫോർ എ ഡ്രഗ് ടു ആക്ട് ഇറ്റ് മസ്റ്റ് ബി ഫസ്റ്റ് അബ്സോർബ്ഡ് ഇൻ ടു ദി സിസ്റ്റമിക് സർക്കുലേഷൻ. ഒരു ഡ്രഗിന് എന്താണ് അത് ഡ്രഗിന് ആക്ട് ചെയ്യണമെങ്കിൽ അത് നമ്മുടെ സിസ്റ്റമിക് സർക്കുലേഷനിലോട്ട് ഫസ്റ്റ് അബ്സോർബ് ചെയ്യണം. അപ്പം അതിന് എന്തൊക്കെ പ്രോസസ്സാണ് എന്നാണ് നമ്മൾ ഇതിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ വൈ മസ്റ്റ് എ ഡ്രഗ് ബി അബ്സോർബ്ഡ് ബിഫോർ ഇറ്റ് ആക്ട്സ്? ഒരു ഡ്രഗ് എന്തിനാണ് ലൈക്ക് അബ്സോർബ് ചെയ്യുന്നത്? നമ്മൾ ഒരു ഡ്രഗ് എന്തിനു വേണ്ടിയിട്ടാണ് അബ്സോർബ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രഗിന് സിസ്റ്റമിക് സർക്കുലേഷനിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ ആക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അവിടെ നിന്നാണ് അത് ടാർഗറ്റഡ് ടിഷ്യൂസിലോട്ടോ അല്ലെങ്കിൽ റിസപ്റ്റേഴ്സിലോട്ടോ പോകുന്നത്. എന്നിട്ടാണ് ആ ഡ്രഗിന്റെ ആക്ഷൻ സംഭവിക്കുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ പാരസെറ്റമോൾ ഒക്കെ ആണെങ്കിൽ അത് നമ്മൾ പാരസെറ്റമോൾ കഴിക്കുമ്പോൾ അത് സ്മോൾ ഇൻറ്റസ്റ്റൈനായിരിക്കും പെട്ടെന്ന് അബ്സോർബ് ആവുന്നത്. അതുപോലെ ഇപ്പോൾ ഇൻസുലിൻ ആണെങ്കിൽ നമ്മളത് ഓറലി എടുക്കില്ല, നമ്മളത് ഇഞ്ചക്ഷൻ ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇഞ്ചക്ഷൻ ആവുന്ന സമയത്ത് അതിന് വേറെ എൻസൈംസോ കാര്യങ്ങളോ ആയിട്ട് ആക്ഷൻ നടക്കാണ്ട് ഡയറക്റ്റ് അതിന്റെ ആക്ഷൻ നടത്താൻ പറ്റും. നമുക്ക് ഇതിന്റെ പ്രോസസ്സ് എന്തൊക്കെയാന്ന് നോക്കാം, എങ്ങനെയൊക്കെയാണ് ഇത് നടക്കുന്നത് നോക്കാം. പാസേജ് ഓഫ് ഡ്രഗ്സ് അക്രോസ് ദ സെൽ മെംബ്രെയിൻ. സെൽ മെംബ്രെയിനിലൂടെയുള്ള ഡ്രഗ് എങ്ങനെയാണ് പാസ് ചെയ്യുന്നത് നോക്കാം. ഇതിൽ പാസീവ് ട്രാൻസ്ഫർ ഉണ്ട്, സ്പെഷ്യലൈസ്ഡ് ട്രാൻസ്പോർട്ടും ഉണ്ട്. പാസീവ് ട്രാൻസ്ഫറിൽ ഇപ്പോൾ രണ്ടെണ്ണം ഉള്ളത്, സിമ്പിൾ ഡിഫ്യൂഷനും ഫിൽട്രേഷൻ. സ്പെഷ്യലൈസ്ഡ് ട്രാൻസ്പോർട്ടിലാണെങ്കിൽ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ഉണ്ട്, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ഉണ്ട്, പൈനോസൈറ്റോസിസ് ഉണ്ട്. അപ്പോൾ ഇത് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളൊരു എക്സാമിന് എഴുതുന്ന സമയത്ത് നമുക്കിപ്പോൾ 5 മാർക്സിന് എഴുതുകയാണെങ്കിൽ ജസ്റ്റ് അബ്സോർപ്ഷൻ എന്താണെന്ന് ഡിഫൈൻ ചെയ്യാം, പിന്നെ ഈ ഏതൊക്കെ ടൈപ്പ് ട്രാൻസ്ഫേഴ്സ് ആണ് നടക്കുന്നതെന്നും അതിൻ്റെ ഓരോ പോയിന്റ്സും എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് എഴുതി കൊടുക്കാൻ പറ്റും. അതിൽ ഇനിയിപ്പോൾ പഠിക്കാൻ പോകുന്നത് പാസീവ് ട്രാൻസ്ഫർ എന്താണെന്ന് നോക്കാം നമുക്ക്. പാസീവ് ട്രാൻസ്ഫറിൽ ഫസ്റ്റ് വരുന്നതാണ് സിമ്പിൾ ഡിഫ്യൂഷൻ. ഇതിൽ പോളാർ വാട്ടർ സോളിബിൾ ആയിട്ടുള്ള ഡ്രഗ്സും നോൺ പോളാർ ലിപ്പിഡ് സോളിബിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസും ആണ് ഈ പ്രോസസ്സ് വഴി മെയിൻ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഈ പ്രോസസ്സിന് വേണ്ടിയിട്ട് എനർജിയുടെ ആവശ്യമില്ല. ഇനി അടുത്തതാണ് ഫിൽട്രേഷൻ. ഫിൽട്രേഷനിലാണെങ്കിൽ ഓൺലി വാട്ടർ സോളിബിൾ സബ്സ്റ്റൻസസ് ക്യാൻ ബി ട്രാൻസ്പോർട്ടഡ്. ഇതിൽ വാട്ടർ സോളിബിൾ ആയിട്ടുള്ള ഡ്രഗ്സ് അല്ലെങ്കിൽ സബ്സ്റ്റൻസസ് മാത്രമേ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽ മെംബ്രെയിൻസിൽ കാണുന്ന പോർസിലൂടെയാണ് ഇതിന്റെ ട്രാൻസ്പോർട്ട് നടക്കുന്നത്. ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് സ്പെഷ്യലൈസ്ഡ് ട്രാൻസ്പോർട്ട് എന്താണെന്നാണ്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ഈസ് എ സെലക്റ്റീവ് പ്രോസസ് വിച്ച് റിക്വയേഴ്സ് എനർജി ആൻഡ് ഇറ്റ് ഓൾസോ റിക്വയർസ് എ കാരിയർ. എന്തിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രോസസ്സ് നടക്കാൻ വേണ്ടിയിട്ട് എനർജിയും വേണം, ഒരു കാരിയർ മോളിക്യൂളും വേണം. ഇപ്പോൾ കാരിയർ മോളിക്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു ടൈപ്പ് ഓഫ് പ്രോട്ടീൻ മോളിക്യൂൾ ആയിരിക്കും, ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് പ്രോട്ടീൻ മോളിക്യൂൾ ആയിരിക്കും. സെല്ലിൽ കാണുന്ന ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് പ്രോട്ടീൻ മോളിക്യൂൾ ആണിത്. ഈ പ്രോട്ടീൻ മോളിക്യൂളാണ് ഈ ഡ്രഗ്സിനെയോ അല്ലെങ്കിൽ അയോൺസിനെയോ ഇതിന്റെ ആക്ട് ചെയ്യേണ്ട സൈറ്റിലോട്ട് എത്തിക്കുന്നത്. ഇനി അടുത്തതാണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇത് കാരിയർ ട്രാൻസ്പോർട്ട് പോലെ തന്നെയാണ്, പക്ഷെ ഇതിന് എനർജിയുടെ ആവശ്യമില്ല. അപ്പോൾ ഇത് എഴുതുന്ന സമയത്ത് ഇതൊന്ന് കുറച്ച് എലാബറേറ്റ് ആയിട്ട് എഴുതാൻ പറ്റും, എന്താണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്നുള്ളതും അതിൽ എന്താണ് കാരിയർ ആയിട്ടുള്ളതെന്നും. ഇപ്പോൾ കാരിയറിൻ്റെ പറയുന്ന സമയത്ത് നമുക്ക് പ്രോട്ടീൻ മോളിക്യൂളാണ് ഇവിടെ കാരിയർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്, ഈ പോയിന്റ് ഒക്കെ നമുക്ക് മെൻഷൻ ചെയ്യാൻ പറ്റും ആക്റ്റീവ് ട്രാൻസ്പോർട്ടിൽ. ഇനി ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനിൽ പറയുമ്പോൾ സെയിം ആസ് കാരിയർ ട്രാൻസ്പോർട്ട്, പക്ഷേ ഇതിൽ എനർജി വേണ്ട, വേറെ ഡിഫറൻസ് ഒന്നും ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനിൽ ഇല്ല. ഇനി അടുത്തതാണ് പൈനോസൈറ്റോസിസ്. പൈനോസൈറ്റോസിസ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ട് ഓഫ് പ്രോട്ടീൻസ് ആൻഡ് മാക്രോമോളിക്യൂൾസ്. പൈനോസൈറ്റോസിസ് വഴിയാണ് മാക്രോമോളിക്യൂൾസും അല്ലെങ്കിൽ പ്രോട്ടീൻസോ ട്രാൻസ്ഫർ ചെയ്യുന്നത്, ഈ പ്രോസസ്സ് വഴിയാണ്. ഇതിൽ സെൽസ് ഈ ഫ്ലൂയിഡ്സിനെയോ മാക്രോമോളിക്യൂൾസിനെയോ സറൗണ്ടിങ്സിൽ നിന്ന് എൻഗൾഫ് ചെയ്യും. അതായത് നമ്മുടെ ഈ ഫാഗോസൈറ്റോസിസ് എന്ന് പറഞ്ഞ പ്രോസസ്സ് നടക്കുന്ന പോലെ തന്നെ ഈ സറൗണ്ടിങ്സിലുള്ള മാക്രോമോളിക്യൂൾസിനെയും ഫ്ലൂയിഡ്സിനെയും സെൽസ് എൻഗൾഫ് ചെയ്തിട്ടാണ് അബ്സോർപ്ഷൻ സൈറ്റിലോട്ട് കൊണ്ടുപോയി എത്തിക്കുന്നത്. അതാണ് പൈനോസൈറ്റോസിസിൽ നടക്കുന്നത്. ഇനി അടുത്തത് വരുന്നത് ഫാക്ടേഴ്സ് മോഡിഫൈങ് ഡ്രഗ് അബ്സോർപ്ഷൻ. എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഈ അബ്സോർപ്ഷനെ മോഡിഫൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഈ അബ്സോർപ്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഫിസിക്കൽ സ്റ്റേറ്റ്, പാർട്ടിക്കിൾ സൈസ്, സോല്യൂബിലിറ്റി,
കോൺസെൻട്രേഷൻ, ഏരിയ ഓഫ് അബ്സോർബിംഗ് സർഫസ്, സർക്കുലേഷൻ ടു സൈറ്റ് ഓഫ് അബ്സോർപ്ഷൻ, റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. ഇത് ഇത്രയുമാണ്, ഈ 7 പോയിന്റ്സുമാണ് അല്ലെങ്കിൽ ഈ 7 ഫാക്ടേഴ്സാണ് ഒരു ഡ്രഗിന്റെ അബ്സോർപ്ഷന് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഓർത്തിരിക്കാൻ ഭയങ്കര ഈസിയാണ്. ഒരു ഡ്രഗിന്റെ ഫിസിക്കൽ സ്റ്റേറ്റ്, ആദ്യം ആ ഡ്രഗ് സോളിഡ് ആണോ ലിക്വിഡ് ആണോ എന്നുള്ളതും, അതിന്റെ പാർട്ടിക്കിൾ സൈസ് ചെറുതാണോ വലുതാണോ, പിന്നെ അതിന്റെ സോലിബിലിറ്റി, കോൺസെൻട്രേഷൻ, പിന്നെ ഇത് അബ്സോർബ് ചെയ്യുന്ന സൈറ്റിന്റെ ഏരിയ, പിന്നെ അബ്സോർപ്ഷൻ സൈറ്റിൽ നിന്ന് നമ്മുടെ ബ്ലഡിലോട്ട് പോകുന്ന സർക്കുലേഷൻ, പിന്നെ നമ്മൾ ഈ ഡ്രഗ് എടുക്കുന്ന റൂട്ട്. ഇത് ഇത്രയുമാണ് ഈ ഡ്രഗിന്റെ അബ്സോർപ്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ്. അതിൽ ഫസ്റ്റ് ഫിസിക്കൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഡ്രഗ്സ് വിച്ച് ആർ ഇൻ ദ ഫോം ഓഫ് ലിക്വിഡ്സ് ആർ വെൽ അബ്സോർബ്ഡ് ദാൻ സോളിഡ്സ്. നമ്മൾ സോളിഡ് രൂപത്തിൽ കൊടുക്കുന്ന മെഡിസിൻസിനേക്കാളും കുറച്ചും കൂടെ ലിക്വിഡ് രൂപത്തിൽ കൊടുക്കുന്ന മെഡിസിൻസ് ആയിരിക്കും പെട്ടെന്ന് അബ്സോർബ് ആവുക. അപ്പം നമ്മളിപ്പോൾ ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുന്നതായിരിക്കും ഒരു ടാബ്ലറ്റ് കഴിക്കുന്നതിനേക്കാളും പെട്ടെന്ന് എഫക്റ്റ് ഉണ്ടാവുക ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുകയായിരിക്കും. അതാണ് ഇത് ബേസിക് ആയിട്ട് ഇവിടെ പറയുന്ന കാര്യം. അതാണ് നമ്മൾ ലിക്വിഡ്സ് ആയിട്ട് എടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ലിക്വിഡ് ഫോമിൽ ഇപ്പം IV റൂട്ട്, ത്രൂ ആയിട്ട് IV റൂട്ട്, അല്ലെങ്കിൽ ഓറലി തന്നെ ലിക്വിഡ്സ് എടുക്കുന്നതൊക്കെ ആയിരിക്കും പെട്ടെന്ന് സോളിഡ്സിനേക്കാളും കുറച്ചും കൂടെ അബ്സോർബ് ആവുന്നത്. ഇനി രണ്ടാമത്തേതാണ് പാർട്ടിക്കിൾ സൈസ്. സ്മോളർ ദ പാർട്ടിക്കിൾ ബെറ്റർ ദ അബ്സോർപ്ഷൻ ഓഫ് ഡ്രഗ്. പാർട്ടിക്കിളിന്റെ സൈസ് കുറയുന്നതിനനുസരിച്ച് ഡ്രഗിന്റെ അബ്സോർപ്ഷനും പെട്ടെന്നായിരിക്കും. അപ്പം ലാർജ് പാർട്ടിക്കിൾ ആണെങ്കിൽ അബ്സോർപ്ഷൻ നടക്കാൻ കുറച്ചും കൂടെ ബുദ്ധിമുട്ടാവും. ഇനി തേർഡ് പോയിന്റ് ആണ് സോലിബിലിറ്റി. ആൻഡ് ഈസിലി സോല്യൂബിൾ ഡ്രഗ് ഈസ് ക്വിക്ലി അബ്സോർബ്ഡ്. അത് ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഡ്രഗ്സിന്റെ കേസിൽ പെട്ടെന്ന് സോല്യൂബിൾ ആവുന്ന ഡ്രഗ് ആയിരിക്കും പെട്ടെന്ന് അബ്സോർബ് ആവുക. ഭയങ്കര സിമ്പിളും ആണ്, ബട്ട് ഇത് ഭയങ്കര ഇമ്പോർട്ടൻറ്റും ആണ് ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, സോല്യൂബിലിറ്റി. ഇനി വരുന്നതാണ് കോൺസെൻട്രേഷൻ. കോൺസെൻട്രേറ്റഡ് ഫോംസ് ഓഫ് ഡ്രഗ്സ് ആർ ഈസിലി അബ്സോർബ്ഡ് ദെൻ ഡൈല്യൂട്ട് സൊല്യൂഷൻ. നമ്മളൊരു ഡ്രഗിനെ ഡൈല്യൂട്ട് ചെയ്ത് സൊല്യൂഷൻ ആക്കിയിട്ട് എടുക്കുന്നതിലും അതിന്റെ കോൺസെൻട്രേറ്റഡ് ഫോമിൽ കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ പെട്ടെന്ന് അബ്സോർപ്ഷൻ നടക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുക. ഇനി അടുത്തത് വരുന്നത് ഏരിയ ഓഫ് അബ്സോർബിംഗ് സർഫേസ്. ഗ്രേറ്റർ ദി ഏരിയ ഓഫ് അബ്സോർബിംഗ് സർഫേസ്, ക്വിക്കർ ഇസ് ദി അബ്സോർപ്ഷൻ ഓഫ് എ ഡ്രഗ്. ഇപ്പം നമ്മൾ കൊടുക്കുന്ന ഏരിയ, അതായത് നമ്മളിപ്പം സൈറ്റ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയും, അല്ലെങ്കിൽ ഇപ്പം ഏരിയ ഓഫ് അബ്സോർബിംഗ് സർഫേസ് നമ്മൾ ഇഞ്ചെക്ഷൻ ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ ആ ഡ്രഗ് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്ന സൈസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ആ ഡ്രഗിന്റെ അബ്സോർപ്ഷൻ. ഇനി അടുത്തത് വരുന്നത് സർക്കുലേഷൻ ടു സൈറ്റ് ഓഫ് അബ്സോർപ്ഷൻ. ബ്ലഡ് ഫ്ലോ കൂടുതലുള്ള സ്ഥലത്താണെങ്കിൽ അബ്സോർപ്ഷൻ പെട്ടെന്നുണ്ടാവും. നമുക്ക് എങ്ങനെ ഈ ബ്ലഡ് ഫ്ലോ അല്ലെങ്കിൽ ഈ ഇത് കൂട്ടാൻ പറ്റുന്ന വെച്ചാൽ നമ്മൾ ഐദർ ആ പ്ലേസിലൊന്ന് മസാജ് ചെയ്യുകയോ അല്ലെങ്കിൽ ഹീറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയോ ചെയ്യുന്ന സമയത്ത് ബ്ലഡ് ഫ്ലോ കൂടും. ബ്ലഡ് ഫ്ലോ കൂടുന്ന സമയത്ത് അബ്സോർപ്ഷനും കൂടും. പിന്നെ വാസോ കൺസ്ട്രിക്റ്റേഴ്സ് ഇതിന് ഡിക്രീസ് ചെയ്യും. വാസോ കൺസ്ട്രിക്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലഡ് വെസൽസിനെ കൺസ്ട്രിക്ട് ചെയ്യുന്ന ടൈപ്പ് ഓഫ് മെഡിക്കേഷൻസ് ആണ്. അപ്പോൾ അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡ് ഫ്ലോ കുറയും, അപ്പോൾ ദെയർ ബൈ അബ്സോർപ്ഷനും കുറയും. അപ്പം ഇതിൽ സർക്കുലേഷൻ ടു സൈറ്റ് ഓഫ് അബ്സോർപ്ഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻക്രീസ്ഡ് ബ്ലഡ് ഫ്ലോ. ഇവിടെ ബ്ലഡ് ഫ്ലോനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ബാക്കി പോയിന്റ്സ്. എങ്ങനെ ബ്ലഡ് ഫ്ലോ കൂട്ടാം, പിന്നെ ബ്ലഡ് ഫ്ലോ കുറയ്ക്കുന്ന ഡ്രഗ്സ് ആണെങ്കിൽ അബ്സോർപ്ഷൻ കുറയും. ഇതാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഇനി റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് റൂട്ടാണോ ചൂസ് ചെയ്യുന്നത് ഒരു ഡ്രഗ് കൊടുക്കാൻ വേണ്ടിയിട്ട്, ഒരു ഡ്രഗ് എങ്ങനെ അല്ലെങ്കിൽ എത്ര പെട്ടെന്ന് അബ്സോർബ് ആവും എന്നുള്ളത് ഈ റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷനെ ബേസ് ചെയ്തിരിക്കും. അപ്പോൾ നമുക്കറിയാം പല റൂട്ട്സ് ഉണ്ട്, ഓറൽ ഉണ്ട്, പാരാൻട്രൽ ഉണ്ട്, റെക്ടൽ ഉണ്ട്, അങ്ങനെ കുറേ റൂട്ട്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്. അപ്പോൾ ഏത് റൂട്ടാണോ നമ്മൾ ചൂസ് ചെയ്യുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഒരു ഡ്രഗിന്റെ അബ്സോർപ്ഷൻ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നതാണ് ബയോ അവൈലബിലിറ്റി. ഇതിൽ എന്താണ് ബയോ അവൈലബിലിറ്റി എന്ന് പഠിക്കണം. പിന്നെ അതിനെ എഫക്ട് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സും കൂടി ഉണ്ട്. ഇറ്റ് ഈസ് സിമ്പിൾ ആസ് ദിസ്. It is defined as the quantity of drug absorbed from the site of administration and which reaches the systemic circulation after administration by any route. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് റൂട്ടിൽ കൂടെ ഡ്രഗ് കൊടുത്തു കഴിഞ്ഞാലും ആ എത്ര എമൗണ്ട് ഓഫ് ഡ്രഗ് ആണോ നമ്മൾ ഉദ്ദേശിച്ച ടാർഗറ്റഡ് സൈറ്റ് അല്ലെങ്കിൽ ടാർഗറ്റ് ചെയ്ത സെല്ലിലോട്ടോ അല്ലെങ്കിൽ ടാർഗറ്റ് ചെയ്ത സൈറ്റിലോട്ടോ എത്ര ക്വാണ്ടിറ്റി ഓഫ് ഡ്രഗ് അബ്സോർബ് ചെയ്തിട്ട് ആ സിസ്റ്റമിക് സർക്കുലേഷൻ ത്രൂ എത്തുന്നുണ്ട് എന്നുള്ളതാണ് ബയോ അവൈലബിലിറ്റി. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ ഒരു ഡ്രഗ് ഓറലി എടുക്കുകയാണെങ്കിൽ അത് ഓറലി എടുക്കുന്ന ഡ്രഗ് നമ്മൾ ഉദ്ദേശിച്ച സൈറ്റിൽ എത്തുമ്പോഴത്തേക്കും പല പ്രോസസ്സ് വഴി, അതായത് ഇപ്പോൾ പല എൻസൈംസ് ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് നമ്മൾ എടുത്തതിൽ കുറച്ച് ഡ്രഗ് ആയിരിക്കും നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തുന്നത്. അതാണ് ഈ ബയോ അവൈലബിലിറ്റി എന്ന് പറയുന്നത്. ആ ഡ്രഗിന്റെ ബയോ അവൈലബിലിറ്റിനെ എഫക്ട് ചെയ്യുന്ന കുറച്ച് പോയിന്റ്സ് ആണ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഡ്രഗ്, ഡോസേജ് ഫോം, ഫിസിയോളജിക്കൽ ഫാക്ടേഴ്സ്.
ഈ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഡ്രഗിൽ വരുന്നതാണ് ഇതിന്റെ സോളിഡ് ആണോ ലിക്വിഡ് ആണോ, പിന്നെ അങ്ങനെ കുറെ പോളാർ ആണോ നോൺ പോളാർ ആണോ, ലിപ്പിഡ് സോല്യൂബിൾ ആണോ വാട്ടർ സോല്യൂബിൾ ആണോ, ഇതൊക്കെ ഈ ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ വരുന്ന കാര്യങ്ങളാണ്. പിന്നെ ടൈപ്പ് ഓഫ് ഡോസേജ് ഫോം, നമ്മൾ ഏത് ഡോസേജ് ഫോമിലാണ് കൊടുക്കുന്നത്, ക്യാപ്സ്യൂൾസ് ആയിട്ടാണോ ടാബ്ലറ്റ്സ് ആയിട്ടാണോ അത്. പിന്നെ ഫിസിയോളജിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ പോകുന്ന റൂട്ടിൻ്റെതും അങ്ങനെ അതിൽ റിയാക്ഷൻ നടക്കുന്ന എൻസൈംസ് ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഈ ഡ്രഗിൻ്റെ ഒരു ബയോ അവൈലബിലിറ്റി എന്ന് പറയുന്നത്. ഇത് ഇത്രയാണ് ബയോ അവൈലബിലിറ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഇതിൽ മെയിനായിട്ട് ഓർമ്മിക്കേണ്ടത് എന്താണ് ബയോ അവൈലബിലിറ്റി എന്ന് പറയുന്നത്, ക്വാണ്ടിറ്റി ഓഫ് ഡ്രഗ് ആണ്. സൈറ്റ് ഓഫ് അഡ്മിനിസ്ട്രേഷനിൽ നിന്ന് സിസ്റ്റമിക് സർക്കുലേഷനിൽ എത്തുന്ന ഡ്രഗിന്റെ ക്വാണ്ടിറ്റിയാണ് ബയോ അവൈലബിലിറ്റി. ഏത് റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആണ് എടുക്കുന്നതെങ്കിലും അതാണ് ബയോ അവൈലബിലിറ്റി എന്ന് പറയുന്നത്. ഇതിലിപ്പം ക്വസ്റ്റ്യൻ വരുന്നത് എന്താണ് അബ്സോർപ്ഷൻ ഓഫ് ഡ്രഗ്സ് എന്നൊരു ക്വസ്റ്റ്യൻ ആണ് വരുന്നതെങ്കിൽ നമുക്ക് ആദ്യം ഇൻട്രൊഡക്ഷൻ വെച്ച് തുടങ്ങാൻ പറ്റും. ലൈക്ക് എന്താണ് ഡ്രഗ് അബ്സോർപ്ഷൻ എന്ന് പറയാം, അതിനെക്കുറിച്ചൊരു ഒരു പാര പോലെ നമുക്ക് എന്താണെന്ന് എഴുതാം. പിന്നെ ഏതൊക്കെയാണ് 2 മെക്കാനിസംസ്, പാസീവ് ട്രാൻസ്ഫർ, സ്പെഷ്യലൈസ്ഡ് ട്രാൻസ്പോർട്ട് എന്താണെന്ന് മെൻഷൻ ചെയ്യാം. അതിനെ രണ്ടും കൂടെ അവിടെ ഒരു ഫ്ലോ ചാർട്ട് വെച്ചിട്ട് പാസീവ് ട്രാൻസ്ഫറിൽ സിമ്പിൾ ഡിഫ്യൂഷൻ, ഫിൽട്രേഷൻ, സ്പെഷ്യലൈസ്ഡ് ട്രാൻസ്പോർട്ടിൽ ആക്റ്റീവ് ട്രാൻസ്പോർട്ട്, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ, പൈനോസൈറ്റോസിസ് ഇത് മെൻഷൻ ചെയ്യാം. പിന്നെ ഇതിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് മെൻഷൻ ചെയ്യാം. ഇപ്പോൾ സിമ്പിൾ ഡിഫ്യൂഷനിലാണെങ്കിൽ പോളാർ വാട്ടർ സോല്യൂബിൾ, നോൺ പോളാർ ലിപ്പിഡ് സോല്യൂബിൾ, ഇതൊക്കെ കുറച്ചൊന്ന് ഹൈലൈറ്റ് ചെയ്ത് മെൻഷൻ ചെയ്യാൻ പറ്റും. പിന്നെ ഫിൽട്രേഷനിൽ നടക്കുന്ന പ്രോസസ്സ്, ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്താണ്, അത് സ്പെഷ്യലൈസ്ഡ് ട്രാൻസ്പോർട്ടിൽ അണ്ടറിൽ വരുന്ന ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്താണ്, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ, പൈനോസൈറ്റോസിസിൽ മെൻഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ് ഫാഗോസൈറ്റോസിന് സിമിലർ ആയിട്ടാണ് ഇത് നടക്കുന്നത് എന്നുള്ളത്. അതായത് ആ പ്രോസസ്സാണ് സെൽസ് എൻഗൾഫ് ഫ്ലൂയിഡ്സ് ആൻഡ് മാക്രോമോളിക്യൂൾസ് ഫ്രം സറൗണ്ടിങ്സ് ആസ് സിമിലർ ടു ഫാഗോസൈറ്റോസിസ് എന്ന് കൂടെ നമുക്ക് മെൻഷൻ ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നത് ഡ്രഗ് അബ്സോർപ്ഷനെ മോഡിഫൈ ചെയ്യുന്ന ഫാക്ടേഴ്സും കൂടെ എന്താണ് ഡ്രഗ് അബ്സോർപ്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റും. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിനനുസരിച്ച് ഏതൊക്കെ ഫാക്ടേഴ്സ് ആണെന്നുള്ളതും കൂടെ മെൻഷൻ ചെയ്യാൻ പറ്റും. Physical state of particle size, solubility, concentration, area of absorbing surface, circulation to site of absorption, route of administration. ഇതൊക്കെ എന്താണെന്ന് മെൻഷൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതിൽ റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ വേണമെങ്കിൽ ഏതൊക്കെ റൂട്ട് ഉണ്ട്, അതിൽ ഏതൊക്കെ റൂട്ടാണ് കുറച്ചും കൂടി എഫക്റ്റീവ് എന്നുള്ളത് മെൻഷൻ ചെയ്യാം. പിന്നെ വരുന്നത് ബയോ അവൈലബിലിറ്റി ആണ്. ബയോ അവൈലബിലിറ്റി എന്താണെന്ന് മെൻഷൻ ചെയ്യാം. ബയോ അവൈലബിലിറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന പ്രോപ്പർട്ടീസ് മെൻഷൻ ചെയ്യാൻ പറ്റും. ഇപ്പം ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണെങ്കിൽ അതിൽ എന്തൊക്കെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ടെന്ന് പറയാം. പിന്നെ ഡോസേജ് ഫോം ആണെങ്കിൽ ഏതൊക്കെ ടൈപ്പ് ഓഫ് ഡോസേജ് ഫോം, പിന്നെ ഫിസിയോളജിക്കൽ ഫാക്ടേഴ്സ് അത് ഏതൊക്കെയാണെന്നും കൂടെ മെൻഷൻ ചെയ്താൽ നമുക്ക് 5 മാർക്ക് നല്ല വൃത്തിക്ക് നമുക്ക് അത് എഴുതാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ അബ്സോർപ്ഷൻ ഓഫ് ഡ്രഗ്സ് എന്ന് പറഞ്ഞ ടോപ്പിക്കിന്റെ ഡിസ്കഷൻ കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ഇതുപോലെ ടഫ് ആയിട്ടുള്ളതോ അല്ലെ പഠിക്കാൻ ബുദ്ധിമുട്ടായിട്ടുള്ളതോ ഉള്ള പോർഷൻസ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, നമുക്ക് അതിൽ ക്ലാസ് നോക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.